Hi all. Last class നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ MOSFET amplifiers with active loads നമ്മൾ നോക്കിയിരുന്നു. So today we are discussing about common source stage with the current source load. Here we are connecting our active load is current source. നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന active load എന്ന് പറയുന്നത് current source ആണ്. അന്നേരം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ we are replacing this resistor RD എന്ന് പറയുന്ന ഈ ഒരു റെസിസ്റ്ററിനെ we are replacing with active loads such as ഏതൊക്കെയാ മോസ്ഫെറ്റോ അല്ലെങ്കിൽ മോസ്ഫെറ്റ് സർക്യൂട്ട്സോ വല്ലതും വെച്ചിട്ട് ഈ ഒരു റെസിസ്റ്ററിനെ റീപ്ലേസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇന്ന് നമ്മൾ ഈ ഒരു റെസിസ്റ്റർ RD എന്ന് പറയുന്ന റെസിസ്റ്ററിനെ നമുക്കൊരു കറണ്ട് സോഴ്സ് വെച്ച് എങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്ന് നോക്കാം. അന്നേരം നമുക്ക് കറണ്ട് സോഴ്സ് ഇഫ് ഐ ആം കൺസിഡറിങ് എ കറണ്ട് സോഴ്സ് ഹിയർ, ദിസ് കറണ്ട് സോഴ്സ് ഈസ് എ ഐഡിയൽ കറണ്ട് സോഴ്സ്. ഞാനിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന കറണ്ട് സോഴ്സ് എന്ന് പറയുന്നത് ഐഡിയൽ കറണ്ട് സോഴ്സ് ആണെന്ന് ഇരിക്കട്ടെ. അന്നേരം ഇത് ഒരു ഐഡിയൽ കറണ്ട് സോഴ്സ് ആണെങ്കിൽ ഇറ്റ് ഹാസ് സം അഡ്വാൻറ്റേജസ്. ഇതിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ എന്തെല്ലാമാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ the biasing current of the circuit is independent of temperature as well as device parameters of the MOSFET. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബയാസിങ് കറണ്ട്, ഈ സർക്യൂട്ടിൻ്റെ ബയാസിങ് കറണ്ട് എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ കറണ്ട് സോഴ്സ് ഈ റെസിസ്റ്ററിനെ റീപ്ലേസ് ചെയ്തിട്ട് പകരം നമ്മളൊരു കറണ്ട് സോഴ്സ് ആണ് കണക്ട് ചെയ്യുന്നത്. ആ കറണ്ട് സോഴ്സ് ഐഡിയൽ കറണ്ട് സോഴ്സ് ആണെങ്കിലുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ബയാസിങ് കറണ്ട് ഓഫ് ദ സർക്യൂട്ട് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ. ആ ഈ ബയാസിങ് കറണ്ട് എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന് ഇൻഡിപെൻഡൻ്റ് ആണ്. അതേപോലെ ഈ മോസ്ഫെറ്റിൻ്റെ ഡിവൈസ് പാരാമീറ്റേഴ്സ് ഈ കറണ്ടിനെ ചേഞ്ച് ചെയ്യിപ്പിക്കത്തില്ല. സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂറിങ് സ്മാൾ സിഗ്നൽ അനാലിസിസ് ഐഡിയൽ കറണ്ട് സോഴ്സ് ഈസ് റീപ്ലേസ്ഡ് ബൈ ഓപ്പൺ സർക്യൂട്ട്. നമ്മൾ ഇതിൻ്റെ സ്മാൾ സിഗ്നൽ അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കറണ്ട് സോഴ്സ് ആണ്, ഐഡിയൽ കറണ്ട് സോഴ്സ് ആണ് നമ്മൾ ഈ RDക്ക് പകരം കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ ആൻ ഓപ്പൺ സർക്യൂട്ട്. അതിനെ നമുക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും? ഒരു ഓപ്പൺ സർക്യൂട്ട് വെച്ച് നമുക്ക് അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പം ആ ഒരു സമയത്ത് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആയിരിക്കും. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആകുമ്പോഴത്തേക്കും ഗെയിൻ എന്ന് പറയുന്നതും എന്തായിത്തീരും? ഇൻഫിനിറ്റി ആയിത്തീരും. നമ്മൾ നേരത്തെ കണ്ടു ഇതിൻ്റെ കേസിൽ, ഈ ഒരു സർക്യൂട്ടിൻ്റെ കേസിൽ ഗെയിൻ എന്ന് പറയുന്നത് AV എന്ന് പറയുന്നത് AV ഈസ് ഈക്വൽ ടു -GM ഇൻറ്റു RD ആണെന്ന് പഠിച്ചു അല്ലേ? RD ആണെന്ന് പഠിച്ചു. അന്നേരം ഈ RDയെ വി ആർ റീപ്ലേസിങ് വിത്ത് എന്താ? ഈ ഒരു ഐഡിയൽ കറണ്ട് സോഴ്സ് വെച്ച് നമ്മൾ RDയെ റീപ്ലേസ് ചെയ്യുകയാണ്. അന്നേരം RDക്ക് പകരം നമ്മളൊരു കറണ്ട് സോഴ്സ് യൂസ് ചെയ്യുകയാണ് അല്ലേ? അന്നേരം ഡ്യൂറിങ് സ്മാൾ സിഗ്നൽ അനാലിസിസ് ഐഡിയൽ കറണ്ട് സോഴ്സ് ഈസ് റീപ്ലേസ്ഡ് ബൈ ഓപ്പൺ സർക്യൂട്ട്. അന്നേരം സ്മാൾ സിഗ്നൽ അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ ഐഡിയൽ കറണ്ട് സോഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വി ക്യാൻ റീപ്ലേസ് ദിസ് ഐഡിയൽ കറണ്ട് സോഴ്സ് ബൈ ഓപ്പൺ സർക്യൂട്ട്. നമ്മൾ ഐഡിയൽ കറണ്ട് സോഴ്സിനെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു? ഓപ്പൺ സർക്യൂട്ട് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. അങ്ങനെ ഈ ഐഡിയൽ കറണ്ട് സോഴ്സിനെ ഓപ്പൺ സർക്യൂട്ട് വെച്ച് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ ഓപ്പൺ സർക്യൂട്ട് ആവും. എന്ന് വെച്ചാൽ ഈ ഡിക്കും ഈ VDDക്കും ഇടയിലുള്ള ഈ ഒരു പോർഷൻ എന്താവും? ഓപ്പൺ സർക്യൂട്ട് ആവും. ദാറ്റ് മീൻസ് ഹിയർ ദ റെസിസ്റ്റൻസ് ബിക്കംസ് ഇൻഫിനിറ്റ്. അന്നേരം ഈ കറണ്ട് സോഴ്സ് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആവും. അന്നേരം ഇവിടുത്തെ ഈ ഒരു RDക്ക് പകരമല്ലേ ഈ കറണ്ട് സോഴ്സിൻ്റെ റെസിസ്റ്റൻസ് വരുന്നത്. അന്നേരം ഈ ഒരു റെസിസ്റ്റൻസ് ഇൻഫിനിറ്റ് ആവുമ്പോഴത്തേക്കും അതിൻ്റെ ഈ ഗെയിൻ എന്ന് പറയുന്നതും എന്തിലോട്ട് പോകും? ഇൻഫിനിറ്റിയിലോട്ട് പോകും. അപ്പോൾ ഞാൻ ഇതിനെ എന്താ കോമൺ സോഴ്സ് സ്റ്റേജ് വിത്ത് കറണ്ട് സോഴ്സ് ലോഡാക്കുകയാണ്. അന്നേരം കറണ്ട് സോഴ്സ് ലോഡാക്കണമെങ്കിൽ ഈ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ഈ RD എന്ന് പറയുന്ന റെസിസ്റ്ററിന് പകരം എന്ത് വെക്കണം? ഈ RD എന്ന് പറയുന്ന ഈ ഒരു റെസിസ്റ്ററിന് പകരം നമ്മൾ എന്ത് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്? നമ്മൾ കറണ്ട് സോഴ്സ് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഈ ഫിഗറിൽ കാണുന്നതാണ് ഒരു എന്താണ് കോമൺ സോഴ്സ് ആംപ്ലിഫയർ വിത്ത് കറണ്ട് സോഴ്സ് ലോഡിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. അന്നേരം നമ്മൾ നേരത്തെ സാധാ കോമൺ സോഴ്സ് ആംപ്ലിഫയറിലെ RD എന്ന് പറയുന്ന റെസിസ്റ്ററിനെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു? ഒരു കറണ്ട് സോഴ്സ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ദി കറണ്ട് സോഴ്സ്. ഇനി നമ്മൾ ഇതിൻ്റെ അനാലിസിസ് AC അനാലിസിസിലോട്ട് പോവുകയാണ്. അന്നേരം AC അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? AC അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഇതിനകത്തുള്ള DC പവർ സപ്ലൈ എന്ത് ചെയ്യണം? ഗ്രൗണ്ട് ചെയ്യണം. നമ്മളിവിടുത്തെ DC പവർ സപ്ലൈ എന്ത് ചെയ്യണം? ഗ്രൗണ്ട് ചെയ്യണം. അന്നേരം ഞാൻ ഇവിടുത്തെ DC പവർ സപ്ലൈ എന്ത് ചെയ്തു? ഗ്രൗണ്ട് ചെയ്തു. DC പവർ സപ്ലൈ ഗ്രൗണ്ട് ചെയ്തു. ഇനി ഇതാ ഇവിടെ ഒരു DC വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ DC വോൾട്ടേജിനെയും നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? നമ്മൾ ഗ്രൗണ്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ ഷോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അന്നേരം ഞാൻ ഇവിടുത്തെ ഈ ഒരു DC സപ്ലൈയും ഞാൻ എന്ത് ചെയ്യുന്നു? ഷോർട്ട് ചെയ്യുന്നു. ഈ ഒരു DC സപ്ലൈയും ഞാൻ എന്ത് ചെയ്യുന്നു? ഷോർട്ട് ചെയ്തു. അന്നേരം സോ ദിസ് ഇസ് ദി AC ഇക്വലൻ്റ് ഓഫ് അവർ കോമൺ സോഴ്സ് ആംപ്ലിഫയർ വിത്ത് കറണ്ട് സോഴ്സ് ലോഡ്. നമ്മൾ കറണ്ട് സോഴ്സ് ലോഡ് വരുന്ന കോമൺ സോഴ്സ് ആംപ്ലിഫയറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയഗ്രാമാണ് ഈ കൊടുത്തിരിക്കുന്നത്.
ഇനി നേരത്തെ നമ്മളൊരു കാര്യം പറഞ്ഞു, ഇഫ് വി ആർ യൂസിങ് ഐഡിയൽ കറണ്ട് സോഴ്സ്, നമ്മൾ ഐഡിയൽ കറണ്ട് സോഴ്സ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഐഡിയൽ കറണ്ട് സോഴ്സ് സ്മാൾ സിഗ്നൽ അനാലിസിസിലോട്ട് വരുമ്പോഴത്തേക്കും ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുവെന്ന് നമ്മൾ നേരത്തെ കണ്ടു അല്ലേ. അത് നോക്കൂ, ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യമാണ് ഡ്യൂറിങ് സ്മാൾ സിഗ്നൽ അനാലിസിസ് ഐഡിയൽ കറണ്ട് സോഴ്സ് ഈസ് റീപ്ലേസ്ഡ് ബൈ ഓപ്പൺ സർക്യൂട്ട്. അറ്റ് ദാറ്റ് ടൈം ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ബിക്കം ഇൻഫിനിറ്റ് ആൻഡ് ഗെയിൻ ആൾസോ ബിക്കംസ് ഇൻഫിനിറ്റ്. അന്നേരം നമുക്ക് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ആ ഐഡിയൽ കറണ്ട് സോഴ്സിനെ നമ്മൾ സ്മാൾ സിഗ്നൽ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യണം? ഓപ്പൺ സർക്യൂട്ടായിട്ട് കൺസിഡർ ചെയ്യണം. നമ്മളിപ്പോൾ ഈ ഐഡിയൽ കറണ്ട് സോഴ്സിനെ നമ്മൾ അങ്ങ് ഓപ്പൺ സർക്യൂട്ട് ആക്കുകയാണ്. ഈ ഐഡിയൽ കറണ്ട് സോഴ്സിനെ നമ്മൾ എന്താക്കുകയാണ്? ഓപ്പൺ സർക്യൂട്ട് ആക്കുകയാണ്. ഒരു ഐഡിയൽ കറണ്ട് സോഴ്സ് പോയി ഐഡിയൽ കറണ്ട് സോഴ്സിനെ നമ്മൾ എന്താക്കി മാറ്റി? ഓപ്പൺ സർക്യൂട്ടാക്കി മാറ്റി. അന്നേരം ഇതിൻ്റെ ഇടയിലായിരുന്നു ഐഡിയൽ കറണ്ട് സോഴ്സ് ഉള്ളത്, അതിനെ റീപ്ലേസ് ചെയ്ത് ഓപ്പൺ സർക്യൂട്ടാക്കി മാറ്റി. ഇനി നമുക്ക് ഇതിൻ്റെ സ്മാൾ സിഗ്നൽ മോഡൽ വരയ്ക്കാം. സ്മാൾ സിഗ്നൽ മോഡൽ വരയ്ക്കാൻ ആദ്യം എന്താണ് നമ്മുടെ എന്ത് വരയ്ക്കുന്നു? വി ഇൻ വരച്ചു, ഇനി അടുത്ത വരുന്ന എന്താ? നമ്മുടെ മോസ്ഫെറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ വി ഇൻ വരച്ചു. അടുത്ത നമുക്ക് വരയ്ക്കേണ്ടത് നമ്മുടെ മോസ്ഫെറ്റ് ആണ്. അന്നേരം മോസ്ഫെറ്റിൻ്റെ ഗേറ്റ് ടെർമിനൽ, ഇത് ഗേറ്റ് ടെർമിനൽ. ഗേറ്റ് സോഴ്സ് ടെർമിനൽ എപ്പോഴും എന്താക്കി ഇടണം? ഓപ്പൺ സർക്യൂട്ടായിട്ട് ഇടണം. എന്നിട്ട് ഡ്രെയിൻ ടെർമിനലിൽ എന്ത് വരുന്നുണ്ട്? ഒരു മോസ്ഫെറ്റിൽ ഒരു കറണ്ട് സോഴ്സ് വരുന്നുണ്ട്. കറണ്ട് സോഴ്സ് എന്തെന്ന് കൊടുക്കണം? ജി എം ഇൻറ്റു വി ജി എസ് ആണ് മോസ്ഫെറ്റിലെ കറണ്ട് സോഴ്സ്. പിന്നെ മോസ്ഫെറ്റിൻ്റെ ഒരു ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഉണ്ടല്ലേ, മോസ്ഫെറ്റിൻ്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസിനെ നമുക്ക് എന്തെന്ന് കൊടുക്കാം? RO എന്ന് കൊടുക്കാം കേട്ടോ. മോസ്ഫെറ്റിൻ്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് നമുക്ക് എന്തായിട്ട് കൊടുക്കാം? RO. നമ്മൾ RD അല്ലെങ്കിൽ RO കൊടുക്കാം. നമ്മൾ നേരത്തെ RD എടുത്തത് RO എടുക്കാം കേട്ടോ. ഇവിടെ RO എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അന്നേരം നമുക്ക് ഇവിടെ നമ്മൾ ഇൻപുട്ട് പിന്നെ ട്രാൻസിസ്റ്റർ, ഇത്രയും കാണുന്നത് ട്രാൻസിസ്റ്ററാണ്. ഇത് ട്രാൻസിസ്റ്ററിൻ്റെ ഡ്രെയിൻ, ഇത് ട്രാൻസിസ്റ്ററിൻ്റെ സോഴ്സ് ടെർമിനൽ എന്ത് ചെയ്തിട്ടുണ്ട്? സോഴ്സ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഹിയർ സോഴ്സ് ഈസ് ഗ്രൗണ്ടഡ്. സോ വി ക്യാൻ ഫൈൻഡ് ദ വോൾട്ടേജ് ഗെയിൻ ഫ്രം ദിസ് ഡയഗ്രാം. ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് വോൾട്ടേജ് ഗെയിൻ കണ്ടുപിടിക്കാം. ഹിയർ വി ഇൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? വി ഇൻ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? വി ഐ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ഈ വി ജി എസ് തന്നെയായിരിക്കും അല്ലേ. ഹിയർ വി ഇൻ ഈസ് ഈക്വൽ ടു വി ജി എസ്. വി ഇൻ ഈസ് ഈക്വൽ ടു ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് വി ജി എസ്. അന്നേരം വി ഔട്ട്, ഇവിടെയാണ് വി ഔട്ട് കിട്ടുന്നത്. വി ഔട്ട് ഈസ് ഈക്വൽ ടു കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ്. നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് ഇവിടെ ഇതിന് അക്രോസ് ആണ്. കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നതുകൊണ്ട് നമ്മളൊരു മൈനസ് സൈൻ ഇട്ട് കൊടുക്കണം. കറണ്ട് എന്ന് പറയുന്നത് ഇത് ID കറണ്ട് ആണല്ലോ, GM ഇൻറ്റു VGS എന്ന് പറയുന്നത്. അന്നേരം GM ഇൻറ്റു കറണ്ടിന് പകരം GM ഇൻറ്റു VGS ഇൻറ്റു കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് RO. നമ്മൾ ഇതും ഇവിടെ ഈ VGS എടുത്തുകൊണ്ട് നമുക്ക് ഇവിടുത്തെ വോൾട്ടേജും നമുക്ക് എന്തായിട്ട് എടുക്കാം? സ്മാൾ VGS ആയിട്ട് എടുക്കാം. Vin തന്നെയാണ് എന്തും സ്മാൾ VGSും കേട്ടോ. അന്നേരം നമുക്ക് ഇവിടെയും കൂടെ ഞാനൊന്ന് മാറ്റിക്കോട്ടെ. ഇവിടെ നമുക്ക് സ്മാൾ VGS എന്ന് കൊടുക്കാം കേട്ടോ. സ്മാൾ VGS. സോ ഇതിൽ നിന്നും ഗെയിൻ AV is equal to V out divided by Vin, which is equal to minus GM into RO എന്നിട്ട് So there is a significant improvement in the gain. നമുക്ക് ഇതിനകത്തുനിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ ഗെയിനിന് ഒരു ഇംപ്രൂവ്മെൻറ്റ് സംഭവിച്ചു. നമുക്ക് നോർമലി കിട്ടുന്ന ഗെയിനിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് AV is equal to minus GM into RO parallel RD എന്നാണ്. അന്നേരം RD ആയിട്ട് പാരലൽ കോമ്പിനേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഗെയിനിനെ കാട്ടിയും വളരെ കൂടുതലായിരിക്കും നമുക്ക് ഈ കിട്ടിയ മൈനസ് GM into RO എന്ന് പറയുന്ന ഈ ഒരു ഗെയിൻ. ഓക്കെ, അന്നേരം there is a significant improvement in the gain here. ഇവിടെ ഗെയിനിന് കുറച്ച് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റ് കിട്ടി. സോ ദിസ് ഗെയിൻ ഈസ് നോൺ ആസ് ഇൻട്രിൻസിക് ഗെയിൻ. അന്നേരം ഈ ഗെയിനിന് പറയുന്ന പേരാണ് ഇൻട്രിൻസിക് ഗെയിൻ. ഇൻട്രിൻസിക് ഗെയിൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഡിഫൈൻ ചെയ്യാം. മാക്സിമം ഒബ്റ്റൈനബിൾ ഗെയിൻ ഫോർ എ കോമൺ സോഴ്സ് ആംപ്ലിഫയർ. സോ ഇൻട്രിൻസിക് ഗെയിൻ ഇസ് ദ മാക്സിമം ഒബ്റ്റൈനബിൾ ഗെയിൻ ഓഫ് എ കോമൺ സോഴ്സ് ആംപ്ലിഫയർ. അന്നേരം ഇപ്പം നമുക്ക് എപ്പോഴാണ് ഈ ഇൻട്രിൻസിക് ഗെയിൻ ഒബ്റ്റൈൻ ചെയ്യുന്നത്?
we can obtain this gain if current source is ideal current source. നമ്മൾ ഐഡിയൽ കറണ്ട് സോഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ഒബ്റ്റെയിൻ ചെയ്യൂ, ഈ ഇൻട്രിൻസിക് ഗെയിൻ ഒബ്റ്റെയിൻ ചെയ്യൂ. അന്നേരം we can obtain intrinsic gain when we are using ideal current source. അപ്പോൾ ഇൻട്രിൻസിക് ഗെയിൻ എന്ന് പറയുന്നത് മാക്സിമം ഒബ്റ്റെയിനബിൾ ഗെയിൻ ഓഫ് എ കോമൺ സോഴ്സ് ആംപ്ലിഫയർ ആണ്. ഈ ഒരു ഗെയിൻ കിട്ടുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന കറണ്ട് സോഴ്സ് എന്ന് പറയുന്നത് ഐഡിയൽ കറണ്ട് സോഴ്സ് ആകുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. അതേസമയം ഇഫ് യു ആർ യൂസിങ് ആക്ച്വൽ കറണ്ട് സോഴ്സ്, നമ്മൾ ആക്ച്വൽ കറണ്ട് സോഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ദ കറണ്ട് സോഴ്സ് ഹാസ് എ ഫൈനൈറ്റ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. അന്നേരം നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു കറണ്ട് സോഴ്സിന് എന്ത് കാണും, ഒരു ഫൈനൈറ്റ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കാണും. ആൻഡ് ഹെൻസ് ഇൻ സ്മാൾ സിഗ്നൽ ഇക്വലന്റ് സർക്യൂട്ട് ആൻഡ് ഇൻ സ്മാൾ സിഗ്നൽ ഇക്വലന്റ് സർക്യൂട്ട് ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ഈസ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് ആക്ച്വൽ കറണ്ട് സോഴ്സ് ആണെങ്കിൽ ആ ഒരു ആക്ച്വൽ കറണ്ട് സോഴ്സിന് ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കാണും. ആ ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് നമ്മൾ സ്മാൾ സിഗ്നൽ ഇക്വലന്റ് വരയ്ക്കുമ്പോൾ നമുക്കത് റെപ്രസെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പം ഈ ഒരു ഡയഗ്രാം നോക്കുക. ഈ ഡയഗ്രാം എന്ന് പറയുന്നതിനകത്ത് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു കറണ്ട് സോഴ്സ് എന്ന് പറയുന്നത് ആക്ച്വൽ കറണ്ട് സോഴ്സ് ആണ്. അന്നേരം ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് അറിയാമെന്നുള്ളതുകൊണ്ടാണ് ഞാനത് പറയാഞ്ഞത്. ഇവിടെ നമ്മളൊരു VDC എന്ന് പറയുന്ന വോൾട്ടേജ് കൊടുത്തിരിക്കുന്നതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ബയാസിങ് പർപ്പസിനാണ്. കാരണം നമ്മൾ ഈ ഒരു ട്രാൻസിസ്റ്ററിനെ സാച്ചുറേഷൻ റീജിയണിൽ ഓപ്പറേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ട്രാൻസിസ്റ്ററിനെ എന്തായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റൂ, ഒരു ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റൂ. അന്നേരം ആ ഒരു സാച്ചുറേഷൻ റീജിയണിലുള്ള ഓപ്പറേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു VDC എന്ന് പറയുന്ന ആ ഒരു വോൾട്ടേജ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചത് ബയാസിങ് സ്കീം വോൾട്ടേജ് ഡിവൈഡറൊക്കെ വെച്ച് നമ്മൾ എന്താണ് ഇതിൻ്റെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ഇത്ര വോൾട്ടേജ് ആക്കിയാണ് ചെയ്യുന്നത്. ഇവിടെ ഡയറക്റ്റ് അതിന് പകരം നമ്മളെന്ത് ഒരു DC പവർ സപ്ലൈ അങ്ങ് കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. കുറച്ചുകൂടെ എന്താണ് ലെങ്തി ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ നമ്മൾ സർക്യൂട്ട് ഒന്ന് ഷോർട്ടായിട്ട് ബ്രീഫായിട്ട് വരച്ചേക്കുന്നത്. ഓക്കെ, ഇനി നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ആക്ച്വൽ കറണ്ട് സോഴ്സ് ആണ്. ആക്ച്വൽ കറണ്ട് സോഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് പൊസസ് സം റെസിസ്റ്റൻസ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് അത് പൊസസ് ചെയ്യുന്നുണ്ട്. അന്നേരം ആ ഔട്ട്പുട്ട് റെസിസ്റ്റൻസിൻ്റെ എഫക്റ്റ് നമ്മുടെ സർക്യൂട്ടിൽ വരും. അന്നേരം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ സ്മാൾ സിഗ്നൽ മോഡൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്തൊക്കെ ചെയ്യുന്നത്, ഇതിൻ്റെ AC ഇക്വലൻറ്റ് കണ്ടുപിടിക്കാൻ നേരത്തെ നമ്മൾ എന്ത് ചെയ്യും, ഈ VDD എന്ന് പറയുന്നതിനെ നമ്മൾ ഗ്രൗണ്ട് ആക്കും. പിന്നെ നമ്മൾ ഈ കറണ്ട് സോഴ്സിനെ എന്താക്കിയിടും, ഓപ്പൺ ആക്കിയിടും. പക്ഷേ ഓപ്പൺ ആക്കി ഇട്ടാലും കറണ്ട് സോഴ്സ് അങ്ങ് ഓപ്പണായി അല്ലേ, കറണ്ട് സോഴ്സ് ഓപ്പണായി. പക്ഷേ ഇവിടെ എന്ത് വരും, ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ എഫക്റ്റ്, ഈ ഒരു RO എന്ന് പറയുന്ന ഇതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ എഫക്റ്റ് എവിടെ വരുന്നുണ്ട്, ഇതിൻ്റെ ഡ്രെയിനിൽ, നമ്മുടെ ഈ മോസ്ഫെറ്റിൻ്റെ ഡ്രെയിനിൽ വരുന്നുണ്ട്. കാരണം ഈ കറണ്ട് സോഴ്സ് ഓപ്പൺ ആയാലും ഈ ഒരു ROയുടെ എഫക്റ്റ് എവിടെ വരുന്നുണ്ട്, ഇതിൻ്റെ ഡ്രെയിനിൽ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള AC ഇക്വലൻറ്റ് വരയ്ക്കുകയാണ്. അന്നേരം AC ഇക്വലൻറ്റ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ DC സോഴ്സിനെ എന്ത് ചെയ്യണം, ഷോർട്ട് സർക്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടുത്തെ VDD എന്ത് ചെയ്യാനുമുണ്ട്, ഗ്രൗണ്ട് ചെയ്യാനുമായിട്ട് ഉണ്ട്. അപ്പം നമുക്ക് ആ VDD ഗ്രൗണ്ട് ചെയ്യാം, ഈ DC പവർ സപ്ലൈ എന്ത് ചെയ്യാം, ഷോർട്ട് സർക്യൂട്ട് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ കറണ്ട് സോഴ്സിനെ എന്താക്കണം, ഓപ്പൺ സർക്യൂട്ട് ആക്കണമെന്ന് പറഞ്ഞു. അന്നേരം നമ്മൾ ഈ ഒരു കറണ്ട് സോഴ്സ് ഓപ്പൺ സർക്യൂട്ട് ആവും. നമ്മുടെ ഈ ഒരു സ്മാൾ സിഗ്നൽ മോഡലിൽ ഈ ഒരു കറണ്ട് സോഴ്സ് അങ്ങ് ഓപ്പൺ സർക്യൂട്ട് ആവും. പക്ഷേ കറണ്ട് സോഴ്സിൻ്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസിൻ്റെ എഫക്റ്റ് എവിടെ വരും, ഇവിടെ വരും. അന്നേരം നമുക്ക് ഈ ഒരു കറണ്ട് സോഴ്സിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യാം, കറണ്ട് സോഴ്സിൻ്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വെച്ച് റീപ്ലേസ് ചെയ്യാം. അന്നേരം ഇതിൻ്റെ ഔട്ട്പുട്ടിൽ എന്തിൻ്റെ എഫക്റ്റ് കയറി വരും, കറണ്ട് സോഴ്സിൻ്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസിൻ്റെ എഫക്റ്റ് കയറി വരും. RO എന്ന് പറയുന്ന ഈ കറണ്ട് സോഴ്സിൻ്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസിൻ്റെ എഫക്റ്റ് കയറി വരും. ഈ ROയെ ഞാൻ RO2 എന്നിട്ടു, ഇതിൻ്റെ കറണ്ട് സോഴ്സിൻ്റെ RO2 എന്നിട്ടു. ഇനി നമുക്ക് ഇതിൻ്റെ സ്മാൾ സിഗ്നൽ മോഡൽ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം എവിടെ നിന്ന് തുടങ്ങാം, ഈ ഇൻപുട്ടിൽ നിന്ന് തുടങ്ങാം. ഇൻപുട്ട് BI, ഈ ഇൻപുട്ട് വരച്ചു. പിന്നെ ട്രാൻസിസ്റ്ററിൻ്റെ ഗേറ്റ് സോഴ്സ് ടെർമിനൽ ഓപ്പൺ ആയിട്ട് ഇടണം. പിന്നെ ഔട്ട്പുട്ടിൽ എന്ത് വരും, GM × VGS അല്ലേ. അന്നേരം ട്രാൻസിസ്റ്ററിൻ്റെ കറണ്ട് GM × VGS, ഇത് ഡ്രെയിൻ ടെർമിനൽ. ഇനി ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആയിട്ടുള്ള RO അല്ലേ, ആ ROയെ ഞാനിവിടെ RO1 എന്ന് കൊടുക്കാം. ആ ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആയിട്ടുള്ള
ആ റെസിസ്റ്റൻസ് അതിനെ RO1 എന്ന് കൊടുത്തു. ഇനി നമ്മുടെ ഈ കറണ്ട് സോഴ്സ് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് അല്ലേ, കറണ്ട് സോഴ്സ് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് RO2 എന്ന് കൊടുക്കാം. RO2. സോ ഇത്രയും എഫക്റ്റ് ഇതിനകത്ത് കയറി വരും. അന്നേരം ഇവിടെ നമുക്ക് നേരത്തെ പോലെ നമുക്ക് ഇവിടെയും എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഇതിൻ്റെ ഗെയിൻ കണ്ടുപിടിക്കാൻ പറ്റും. അന്നേരം ഇവിടുത്തെ ഗെയിൻ കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എഴുതാം. Vout is equal to -GM, കറണ്ട് ഇങ്ങോട്ടാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ അല്ലേ, കറണ്ടിൻ്റെ ഡയറക്ഷൻ താഴോട്ടല്ലേ, അതുകൊണ്ട് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്ന ഇവിടെ നിന്നാണ്, കറണ്ടിന് ഔട്ട്പുട്ടിന് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് കറണ്ട് പോകുന്നത്, അതുകൊണ്ട് -GM × VGS കറണ്ട് എഴുതി. ഇനി റെസിസ്റ്റൻസ് ഏതെല്ലാം വരുന്നുണ്ട്, RO1 ഉം RO2 രണ്ടും പാരലൽ കോമ്പിനേഷനാണ്. അന്നേരം RO1 പാരലൽ RO2 എന്നിട്ട് അങ്ങനെ ആക്ച്വൽ കറണ്ട് സോഴ്സ് കൺസിഡർ ചെയ്തപ്പോൾ വി വിൽ ഗെറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇങ്ങനെ നമുക്ക് കിട്ടി. ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് ഗെയിൻ കണ്ടുപിടിക്കാം. ഗെയിൻ എന്ന് പറയുന്നത് Vout by VI, VN അല്ലെങ്കിൽ VI, ഇവിടെ VI ആണ് കൊടുത്തേക്കുന്നത്, അതുകൊണ്ട് VI തന്നെ എടുക്കട്ടെ, Vout by VI. അന്നേരം ഇവിടുത്തെ VI എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഈ വോൾട്ടേജ് തന്നെയാണ്, VGS എന്ന് പറയുന്ന വോൾട്ടേജ് തന്നെയാണ്. അന്നേരം ഈ VGSും അതും കൂടെ ക്യാൻസലായി പോയിട്ട് നമുക്ക് ഗെയിൻ എന്ന് പറയുന്നത് -GM × RO1 പാരലൽ RO2 എന്ന് കിട്ടും. ഗെയിൻ എന്ന് പറയുന്നത് -GM × RO1 പാരലൽ RO2 എന്ന് കിട്ടും. ഹിയർ RO1 is the output resistance of the MOSFET and RO2 is the output resistance of the current source. So here the voltage gain is less than the intrinsic voltage gain. നമുക്ക് നേരത്തെ ഇൻട്രിൻസിക് വോൾട്ടേജ് ഗെയിൻ കിട്ടിയായിരുന്നു അല്ലേ, -GM × എന്താണ് കിട്ടിയത്, RO എന്നാണ് കിട്ടിയത് അല്ലേ. നമുക്ക് നേരത്തെ കിട്ടിയ ഗെയിൻ എന്ന് പറയുന്നത് AV = -GM × RO എന്നാണ് കിട്ടിയത്. ഇതായിരുന്നു നമ്മുടെ എന്ത്, ഇൻട്രിൻസിക് വോൾട്ടേജ് ഗെയിൻ അല്ലേ, ഇൻട്രിൻസിക് വോൾട്ടേജ് ഗെയിൻ. ഇതിനെക്കാട്ടിയും കുറവാണ് നമുക്കിവിടെ കിട്ടിയ വാല്യൂ. അന്നേരം ഹിയർ ദ വോൾട്ടേജ് ഗെയിൻ ഈസ് ലെസ് ദാൻ ദ ഇൻട്രിൻസിക് വോൾട്ടേജ് ഗെയിൻ, ബട്ട് സ്റ്റിൽ ദിസ് വോൾട്ടേജ് ഗെയിൻ ഈസ് ഗ്രേറ്റർ ദാൻ ദ വോൾട്ടേജ് ഗെയിൻ ഒബ്റ്റെയിൻഡ് ബൈ ഡ്രെയിൻ റെസിസ്റ്റർ. അന്നേരം നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന വോൾട്ടേജ് ഗെയിൻ ഇൻട്രിൻസിക് വോൾട്ടേജ് ഗെയിനിനെക്കാട്ടിയും കുറവാണെങ്കിലും എന്തിനെക്കാട്ടിയും കൂടുതലാണ് നമുക്ക് നേരത്തെ നമ്മൾക്ക് കിട്ടിയ എന്താണ് RD എന്ന് പറയുന്ന റെസിസ്റ്റർ യൂസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഗെയിനിനെക്കാട്ടി ഇത് കൂടുതലായിരിക്കും. ഇനി നമുക്ക് അടുത്തത് ഹൗ ടു മേക്ക് കറണ്ട് സോഴ്സ് യൂസിങ് MOSFET. നമുക്ക് MOSFET യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ കറണ്ട് സോഴ്സ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഹൗ ടു മേക്ക് കറണ്ട് സോഴ്സ് യൂസിങ് MOSFET. നമുക്ക് MOSFET യൂസ് ചെയ്ത് നമുക്ക് കറണ്ട് സോഴ്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് കറണ്ട് സോഴ്സിന് പകരം വി ക്യാൻ യൂസ് MOSFET ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് കറണ്ട് സോഴ്സ്. ഹൗ വി ക്യാൻ മേക്ക് കറണ്ട് സോഴ്സ് യൂസിങ് MOSFET. MOSFET ക്യാൻ ബി യൂസ്ഡ് ആസ് കറണ്ട് സോഴ്സ് ഇൻ സാച്ചുറേഷൻ റീജിയൻ. നമുക്ക് MOSFETനെ സാച്ചുറേഷൻ റീജിയനെ ഓപ്പറേറ്റ് ചെയ്യുന്ന MOSFETനെ നമുക്ക് എന്തായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും, കറണ്ട് സോഴ്സ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ബിക്കോസ് ഇൻ സാച്ചുറേഷൻ റീജിയൻ വി നോ ദാറ്റ് ID ഈസ് ഈക്വൽ ടു, സാച്ചുറേഷൻ റീജിയനിലുള്ള കറണ്ടിനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ID എന്ന് പറയുന്നത് എന്താണ്, ഫംഗ്ഷൻ ഓഫ് VGS ആണ് അല്ലേ. എന്ന് വെച്ചാൽ നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ID ഈസ് ഈക്വൽ ടു K × VGS - VT ദ ഹോൾ സ്ക്വയർ ആണ് അല്ലേ IDയുടെ ഇക്വേഷൻ. അല്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് എലാബറേറ്റ് ചെയ്താൽ വി ക്യാൻ റൈറ്റ് μn 1/2 μn COX × W/L × VGS - VT ദ ഹോൾ സ്ക്വയർ. ദിസ് ഇസ് ദി ഇക്വേഷൻ ഫോർ ഡ്രെയിൻ കറണ്ട്. നമ്മളെ ഡ്രെയിൻ കറണ്ടിനുള്ള ഇക്വേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. അന്നേരം ഹിയർ യു ക്യാൻ ഐഡൻറ്റിഫൈ ദാറ്റ് ഫോർ ദ ഫിക്സഡ് വാല്യൂ ഓഫ് VGS ദ ഡ്രെയിൻ കറണ്ട് ID റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഇപ്പം നമ്മൾ ഈ VGS എന്ന് പറയുന്നത് K എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. ത്രെഷോൾഡ് വോൾട്ടേജ്, ഒരു MOSFETൻ്റെ ത്രെഷോൾഡ് വോൾട്ടേജും കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ഇഫ് വി ആർ യൂസിങ് എ ഫിക്സഡ് വാല്യൂ ഓഫ് VGS, നമ്മൾ ഈ VGS എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് വാല്യൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് കോൺസ്റ്റൻ്റ് ആക്കാൻ പറ്റും, ഈ ID എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആക്കാൻ പറ്റും. ഇൻ ദാറ്റ് കേസ് MOSFET ക്യാൻ ബി യൂസ്ഡ് ആസ് കറണ്ട് സോഴ്സ്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് MOSFETനെ എന്താക്കി വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും, കറണ്ട് സോഴ്സ് ആക്കി വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കോൺസ്റ്റൻ്റ് ആക്കി നിലനിർത്തിയാൽ മതി, VGS അല്ലെങ്കിൽ ആ MOSFETൻ്റെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആക്കി നിലനിർത്തി കഴിഞ്ഞാൽ വി ക്യാൻ വർക്ക് MOSFET ആസ് എ കറണ്ട് സോഴ്സ്. നമുക്ക് MOSFETനെ എന്തായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും, കറണ്ട് സോഴ്സ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇനി നമുക്ക് MOSFET കറണ്ട് സോഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. സോ ഇഫ് യു ആർ യൂസിങ് MOSFET in between power supply and the circuit, we can use P-type MOSFET. If we are using MOSFET in between
സപ്ലൈ ആൻഡ് സർക്യൂട്ട് വി ക്യാൻ യൂസ് പി ടൈപ്പ് മോസ്ഫെറ്റ്. നമ്മൾ എന്താ നോക്കേ, ഈ സപ്ലൈക്കും VDD എന്ന് പറയുന്ന പവർ സപ്ലൈക്കും അതേപോലെ സർക്യൂട്ടിനും ഇടയിലാണ് നമ്മൾ കറണ്ട് സോഴ്സ് കണക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു PMOS വെച്ച് നമുക്ക് ഈ കറണ്ട് സോഴ്സിനെ റീപ്ലേസ് ചെയ്യാം. നമുക്ക് PMOSനെ നമുക്ക് എന്തായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും, ഒരു കറണ്ട് സോഴ്സായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. എന്താ നോക്ക്, ഇത് PMOS ആണ്. ഈ ആരോ ശ്രദ്ധിച്ചോണം, ആരോ എന്ന് പറയുന്നത് അകത്തോട്ടായിരിക്കണം കേട്ടോ. അന്നേരം ഇത് PMOSൻ്റെ ഈ ഒരു ടെർമിനലാണ് PMOSൻ്റെ സോഴ്സ് റീജിയൻ. ദിസ് ഈസ് സോഴ്സ്, ദിസ് ഈസ് ഗേറ്റ്, ദിസ് ഈസ് ഡ്രെയിൻ. ഓക്കെ, സോഴ്സ് ടെർമിനൽ ഈസ് കണക്റ്റഡ് ടു VDD ആയിട്ടാണ് സോഴ്സ് ടെർമിനൽ കണക്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഒരു ഫിക്സഡ് വോൾട്ടേജ് എവിടെ കൊടുത്തിട്ടുണ്ട്, ഗേറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് V ബയാസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഗേറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് വോൾട്ടേജ് ആണ്, ഈസ് അപ്ലൈഡ് ടു ഇറ്റ്സ് ഗേറ്റ്. അറ്റ് ഡ്രെയിൻ ടെർമിനൽ ദ റിമൈനിങ് സർക്യൂട്ട് ഈസ് കണക്റ്റഡ്. ഈ ബാക്കിയുള്ള നമ്മുടെ സർക്യൂട്ട് എല്ലാം എവിടെയാണ് കണക്ട് ചെയ്യുന്നത്, ഡ്രെയിൻ ടെർമിനലിലാണ് കണക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞു, വി ഹാവ് ടു വർക്ക് ദിസ് MOSFET ഇൻ സാച്ചുറേഷൻ റീജിയൻ, ദെൻ ഓൺലി വി ക്യാൻ ഫങ്ഷൻ ഇറ്റ് ആസ് എ കറണ്ട് സോഴ്സ്. നമുക്ക് ഈ MOSFETനെ നമുക്ക് സാച്ചുറേഷൻ റീജിയൻ വർക്ക് ചെയ്യിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനെ ഒരു കറണ്ട് സോഴ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ, അല്ലേ? സോ വി ഹാവ് ടു എൻഷുർ ദിസ് MOSFET വർക്ക് ഇൻ സാച്ചുറേഷൻ റീജിയൻ. സോ for ensuring it in saturation region, for ensuring it is in saturation region, its VSD, source drain voltage, should be greater than or equal to its source gate voltage minus threshold voltage. So this is the condition for this MOSFET to work in saturation region. ഈ ഒരു MOSFET ഈ ഒരു സാച്ചുറേഷൻ റീജിയനിൽ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു MOSFETനെ എന്തായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റൂ, കറണ്ട് സോഴ്സ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റൂ. സോ നമുക്ക് കറണ്ട് സോഴ്സിനെ നമുക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം, PMOS വെച്ച് റീപ്ലേസ് ചെയ്യാം. ഇഫ് ദ MOSFET ഈസ് ഇൻ ബിറ്റ്വീൻ സപ്ലൈ ആൻഡ് സർക്യൂട്ട്, സപ്ലൈക്കും സർക്യൂട്ടിനും ഇടയിലാണെങ്കിൽ നമ്മൾ PMOS ആയിരിക്കും യൂസ് ചെയ്യുന്നത്. Similarly, if we want to connect current source in between circuit and ground, സർക്യൂട്ടിനും ഗ്രൗണ്ടിനും അക്രോസ് ആയിട്ടാണ് നമുക്ക് കറണ്ട് സോഴ്സ് അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിട്ടാണ് കണക്ട് ചെയ്യേണ്ടതെങ്കിൽ വി ക്യാൻ യൂസ് N ടൈപ്പ് MOSFET. അന്നേരം നമ്മൾ യൂസ് ചെയ്യുന്നത് N ടൈപ്പാണ്. അന്നേരം ഈ ഒരു പോയിന്റ് സൂക്ഷിച്ച് ഓർത്ത് വെച്ചേക്കുക. നമ്മൾ സപ്ലൈക്കും സർക്യൂട്ടിനും ഇടയിലാണെങ്കിൽ P ടൈപ്പ് MOSFET, അതേപോലെ സർക്യൂട്ടിനും ഗ്രൗണ്ടിനും ഇടയിലാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് N ടൈപ്പ് MOSFET ആണ്. സോ ഇവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, നമ്മളിവിടെ സർക്യൂട്ടിനും ഗ്രൗണ്ടിനും ഇടയിലായിട്ടാണ് കറണ്ട് സോഴ്സ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കറണ്ട് സോഴ്സിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഒരു NMOS യൂസ് ചെയ്യാം. NMOSനെ നമുക്ക് എന്തായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും, N ടൈപ്പ് MOSFETനെ നമുക്ക് കറണ്ട് സോഴ്സ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അന്നേരം ഇവിടെയും ശ്രദ്ധിക്കേണ്ടത് ഈ NMOSൻ്റെ സോഴ്സ് റീജിയൻ എന്ന് പറയുന്നത് ഗ്രൗണ്ടുമായിട്ടാണ് കണക്ഷൻ വരുന്നത്. സോഴ്സ് റീജിയൻ ഗ്രൗണ്ടുമായിട്ട് കണക്ഷൻ വരും. ഡ്രെയിൻ റീജിയൻ സർക്യൂട്ടിലോട്ടായിരിക്കും കണക്ഷൻ പോകുന്നത്. ഗേറ്റിൽ ഫിക്സഡ് വോൾട്ടേജ് ആയിട്ടുള്ള V ബയാസ് അപ്ലൈ ചെയ്യും. അന്നേരം ഈ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഈ ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ് ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, സോ MOSFET ക്യാൻ ബി യൂസ്ഡ് ആസ് എ കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ് ആൻഡ് ഓൾസോ MOSFET ഇസ് ഇൻ സാച്ചുറേഷൻ റീജിയൻ. അന്നേരം ഈ MOSFETും എന്ത് ഓപ്പറേറ്റ് ചെയ്യണം, സാച്ചുറേഷൻ റീജിയണിൽ ഓപ്പറേറ്റ് ചെയ്താൽ മാത്രമേ നമുക്കിതിനെ ഒരു കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. So the condition for working this MOSFET in saturation regionിൽ വർക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, BDS is greater than or equal to VGS minus VT. This is the condition for this MOSFET to work in saturation region. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഈ ഒരു MOSFET എന്ത് വർക്ക് ചെയ്യും, സാച്ചുറേഷൻ റീജിയണിൽ വർക്ക് ചെയ്യും. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്മളൊരു PMOS നമ്മൾ കറണ്ട് സോഴ്സ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. അന്നേരം PMOS നമ്മൾ സപ്ലൈക്കും അതേപോലെ നമ്മുടെ സർക്യൂട്ടിനും ഇൻ ബിറ്റ്വീനായിട്ട് നമ്മളൊരു PMOS സപ്ലൈക്കും സർക്യൂട്ടിനും ഇൻ ബിറ്റ്വീനായിട്ട് ഇവിടെ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഒരു PMOS സപ്ലൈക്കും സർക്യൂട്ടിനും, ഇതാണ് സപ്ലൈ, VDD ആണ് സപ്ലൈ, സർക്യൂട്ടിന് ഇൻ ബിറ്റ്വീനായിട്ട് ഒരു PMOS യൂസ് ചെയ്തു. എന്നിട്ട് ഈ PMOSൽ ഒരു ഫിക്സഡ് ബയാസ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. ഈ PMOSനെ ഏത് റീജിയണിൽ വർക്ക് ചെയ്യിപ്പിക്കണം, സാച്ചുറേഷൻ റീജിയണിൽ വർക്ക് ചെയ്യിപ്പിക്കണം. അന്നേരം ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഈ PMOS ഒരു കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ് ആയിട്ട് വർക്ക് ചെയ്യും. ഇനി നമുക്ക് ഇതിൻ്റെ AC ഈക്വലൻറ്റ് വരയ്ക്കാം. അന്നേരം AC ഈക്വലൻറ്റ് വരയ്ക്കാൻ എല്ലാവർക്കും അറിയാവുന്നതാണ്.
എ സി ഇക്വലൻ്റ് വരയ്ക്കാൻ ഡി സി ഉള്ളതെല്ലാം എന്ത് ചെയ്യണം, ഗ്രൗണ്ട് ചെയ്യണം. എന്താ ഇവിടെ ഡി സി കൊടുത്തിട്ടുണ്ട്, ആ ഡി സി നമ്മൾ എന്ത് ചെയ്തു, ഗ്രൗണ്ട് ചെയ്തു. ഇവിടുത്തെ ഈ ഡി സിയെ നമ്മൾ എന്ത് ചെയ്യണം, ഗ്രൗണ്ട് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡി സി എന്ത് ചെയ്താൽ മതി, അങ്ങ് ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അന്നേരം ഈ ഡി സിയെ ഞാൻ എന്ത് ചെയ്യുന്നു, ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നു. ഈ ഡി സിയും ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നു. അന്നേരം നമുക്ക് കിട്ടുന്ന ഈ ഒരു ഡയഗ്രാമാണ് ഇതിൻ്റെ എ സി ഈക്വലൻ്റ്. അന്നേരം നമ്മൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മോസ്ഫെറ്റിൻ്റെ ഈക്വലൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇതേപോലെ ഇരിക്കും. മോസ്ഫെറ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്മാൾ സിഗ്നൽ മോഡലാണ് വരയ്ക്കുന്നത്. മോസ്ഫെറ്റിൻ്റെ ഗേറ്റ് അല്ലല്ലോ ഈ മേളയിൽ കാണിച്ചിരിക്കുന്നത്, എന്താണ് ഇത് ഈ ഒരു റീജിയൻ ഗേറ്റ്, ഇത് സോഴ്സ് റീജിയൻ. ഇനി ഇത് മോസ്ഫെറ്റിന് എന്തൊക്കെയുണ്ട്, ഒരു കറണ്ട് സോഴ്സ് ഉണ്ട് അല്ലേ, ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്. കറണ്ട് സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ജി എം ഇൻറ്റു വി ജി എസ്. പിന്നെ മോസ്ഫെറ്റിന് എന്തുണ്ട്, ഒരു ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഉണ്ട്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആയിട്ടുള്ള ആർ ഉണ്ട്. ഇവിടെ മോസ്ഫെറ്റിൻ്റെ ഗേറ്റ് ടെർമിനൽ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നു. മോസ്ഫെറ്റിൻ്റെ സോഴ്സ് ടെർമിനൽ എന്ന് പറയുന്നതും എന്ത് ചെയ്തിരിക്കുകയാണ്, ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. അന്നേരം ഗേറ്റും ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നു, സോഴ്സും ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഈ മോസ്ഫെറ്റിൻ്റെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായി പോകും, 0 വോൾട്ടേജ് ആയി പോകും. അപ്പം ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ജി എം ഇൻറ്റു വി ജി എസ് എന്ന് പറയുന്നതും എന്തായി തീരും, 0 ആയി തീരും. അന്നേരം നമുക്ക് എന്ത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, ജി എം ഇൻറ്റു വി ജി എസ് അല്ലെങ്കിൽ കറണ്ട് 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജി എം ഇൻറ്റു വി ജി എസ് 0 ആയി. അന്നേരം നമുക്ക് ഈ ഒരു സംഭവം ഇവിടെ വേണ്ട. അന്നേരം ഈ മോസ്ഫെറ്റ് എന്താണ് ഓഫർ ചെയ്യുന്നത്, ഒരു റെസിസ്റ്റൻസ് മാത്രമാണ് ഓഫർ ചെയ്യുന്നത്. കണ്ടോ, ഈ ഒരു മോസ്ഫെറ്റിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് മോസ്ഫെറ്റിൻ്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് മാത്രമായിരിക്കും. അന്നേരം നമുക്ക് ഇതിനെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്ത് നമുക്ക് റീഡ്രോ ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഈ ഡയഗ്രാം തന്നെയാണ് ഇങ്ങോട്ട് എടുത്തിരിക്കുന്നത്. അന്നേരം ഞാൻ ഇതിനെ ഒന്നുകൂടെ റീഡ്രോ ചെയ്യുകയാണ്. അന്നേരം റീഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മോസ്ഫെറ്റിന് പകരം എന്ത് കൊടുത്താൽ മതി, ഈ ഒരു റെസിസ്റ്റൻസ് കൊടുത്താൽ മതി. അന്നേരം ഞാൻ ഈ മോസ്ഫെറ്റിനെ അങ്ങ് റീപ്ലേസ് ചെയ്യുന്നു. മോസ്ഫെറ്റിന് പകരം ഞാൻ എന്ത് കൊടുക്കുന്നു, ഇവിടെ ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നു. ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് R02 ആയിട്ട് എടുക്കുന്നു. RO എന്ന് പറയുന്ന ഇവിടെ മോസ്ഫെറ്റിൻ്റെ ഒരു ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വരുന്നതുകൊണ്ട്, ഈ ഒരു മോസ്ഫെറ്റിൻ്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വരുന്ന അതിനെ RO1 എന്ന് എടുക്കുന്നതുകൊണ്ടാണ് ഇതിനെ RO2 എന്ന് എടുത്തത് കേട്ടോ. അന്നേരം ഇതിന് ഇക്വലൻ്റ് ആയിട്ട് നമുക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം, RO2 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് വെച്ച് റീപ്ലേസ് ചെയ്യാം. അന്നേരം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. ഇനി അല്ലെങ്കിൽ ഇതിൻ്റെ സ്മാൾ സിഗ്നൽ മോഡലും കൂടെ വരയ്ക്കാം. ഇതിൻ്റെ സ്മാൾ സിഗ്നൽ മോഡൽ വരയ്ക്കാൻ എളുപ്പമല്ലേ. ആദ്യം എന്ത് വരയ്ക്കാം, നമ്മുടെ Vin വരയ്ക്കാം. Vin എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്, ഗേറ്റിലാണ്. ഗേറ്റ് ഇത് സോഴ്സ് ടെർമിനൽ ഇങ്ങനെ ഇട്ടു. സോഴ്സ് ടെർമിനൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ സോഴ്സ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്തേക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഇവിടെയും ഗ്രൗണ്ട് വരച്ചു. ഇനി ട്രാൻസിസ്റ്ററിൻ്റെ ഡ്രെയിൻ ടെർമിനലിൽ ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, ഡ്രെയിൻ ടെർമിനലിൽ എന്തൊക്കെ വരും, ആദ്യം കറണ്ട് സോഴ്സ് വരയ്ക്കണം അല്ലേ. കറണ്ട് സോഴ്സ് ജി എം ഇൻറ്റു വി ജി എസ്, കറണ്ട് സോഴ്സ് വരച്ചു. ഇനി എന്ത് വരും, ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആയിട്ടുള്ള RO1 വന്നു. ഇനി നമ്മുടെ ഈ ഒരു റെസിസ്റ്റൻസ് കറണ്ട് സോഴ്സ് ആയിട്ട് യൂസ് ചെയ്ത മോസ്ഫെറ്റിൻ്റെ കറസ്പോണ്ടിങ് റെസിസ്റ്റൻസ് അല്ലേ, അതിനെ നമുക്ക് RO2 എന്ന് കൊടുക്കാം. RO2. സോ ഇതിൽ നിന്ന് നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ് Vin is equal to ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് VGS, ഇത് VGS എന്നായിരിക്കട്ടെ, സ്മാൾ VGS. രണ്ടും ഒന്ന് തന്നെ കേട്ടോ. Vin is equal to VGS. അതേപോലെ Vout is equal to മൈനസ് GM ഇൻറ്റു VGS ഇൻറ്റു RO1 പാരലൽ RO2. കറണ്ടിൻ്റെ റെസിസ്റ്റൻസ് ആണ്. ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് GM ഇൻറ്റു VGS ആണ്. സൈൻ ഇങ്ങോട്ടായതുകൊണ്ട് ഒരു മൈനസ് ആയാലും കൂടി ഇട്ടു. മൈനസ് GM ഇൻറ്റു VGS ഇൻറ്റു RO1 പാരലൽ RO2. ഇതിനകത്തുനിന്ന് ഗെയിൻ AV is equal to Vout by Vin. Vout divided by Vin, that is minus GM into VGS പോയല്ലോ, VGS അല്ലെങ്കിൽ VGS into RO1 parallel RO2 divided by VGS രണ്ടും ക്യാൻസൽ ആയിപ്പോയി. നമുക്ക് മൈനസ് GM into RO1 parallel RO2 എന്ന് കിട്ടും. RO1 parallel RO2. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഫിഗറിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എഴുതാം. Rout is equal to RO1 parallel RO2 കേട്ടോ. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഈ ഫിഗറിൽ നിന്ന് എഴുതാം. ഇൻപുട്ട് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആണ് കേട്ടോ.
ഇവിടെ Rin എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. നിങ്ങൾക്ക് ഇൻപുട്ട് റെസിസ്റ്റൻസോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസോ ഒക്കെ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ ഫിഗറിൽ നിന്ന് എഴുതാൻ പറ്റണം. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ വരുന്ന റെസിസ്റ്റൻസ് R01 പാരലൽ R02. ഓക്കെ, ഇനി ഹിയർ ബിക്കോസ് ഓഫ് ഫൈനൈറ്റ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഓഫ് PMOS ദിസ് ഗെയിൻ ഈസ് ആൾവേസ് ലെസ് ദാൻ ഇൻട്രിൻസിക് ഗെയിൻ. നമുക്ക് നേരത്തെ നമ്മൾ ഇൻട്രിൻസിക് ഗെയിൻ GM×RO എന്ന് കിട്ടി, അതിൽ നിന്നും കുറവായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്ന ഗെയിൻ. എന്തുകൊണ്ടാണ്? ഇതിൻ്റെ ഫൈനൈറ്റ് ഇൻപുട്ട് റെസിസ്റ്റൻസ് മൂലം. ഓക്കെ, ഓൾസോ ഇഫ് R01 is equal to R02, R01ഉം R02ഉം ഈക്വൽ ആയിട്ട് എടുത്താൽ ദ വോൾട്ടേജ് ഗെയിൻ ഈസ് ഹാഫ് ഓഫ് ഇൻട്രിൻസിക് ഗെയിൻ. ഇഫ് R01 is equal to R02, R01ൻ്റെയും R02ൻ്റെയും വാല്യൂ സെയിം ആണെങ്കിൽ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് ഇൻട്രിൻസിക് ഗെയിനിൻ്റെ ഹാഫ് ആയിരിക്കും. നമുക്ക് ഇനി കാസ്കോഡ് കറണ്ട് സോഴ്സ് അതേപോലെയുള്ളതൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, കാസ്കോഡഡ് ആംപ്ലിഫയേഴ്സിൻ്റെ കൂടെ കാസ്കോഡഡ് കറണ്ട് സോഴ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പോസിബിൾ ടു ഇംപ്രൂവ് അവർ ഓവറാൾ വോൾട്ടേജ് ഗെയിൻ. നമുക്ക് വോൾട്ടേജ് ഗെയിൻ ഇനിയും ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറേ മെത്തേഡ്സ് ഉണ്ട് കേട്ടോ. അതിൽ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ കാസ്കോഡഡ് കറണ്ട് സോഴ്സ് കാസ്കോഡഡ് ആംപ്ലിഫയേഴ്സിൻ്റെ ലോഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ we can get high gain. നമുക്ക് ഗെയിൻ എന്ന് പറയുന്നത് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സോ ദീസ് ഓൾ അബൌട്ട് എന്താണ് കോമൺ സോഴ്സ് സ്റ്റേജ് വിത്ത് കറണ്ട് സോഴ്സ് ലോഡ്. എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ലെക്ചർ മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സുമായി കാണാം. See you.